സോമപ്രസാദ് PKSന്റെ നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ സോമപ്രസാദ്, ഈ ഒരു പോസ്റ്റർ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്ററാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട നേതാക്കളും ഒന്നിച്ച് ഉച്ചഭക്ഷണം എന്ന് വളരെ പ്രത്യേകമായി അതിൽ അച്ചടിച്ചു വെച്ചിരിക്കുന്നു. അത് വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നു. എങ്ങനെ കാണണം ഈ ഒരു സംഭവത്തെ? സുരേന്ദ്രൻ ഒരു 100 വർഷം പിറകിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഒരു നൂറ്റാണ്ടിന് മുമ്പാണ് ഈ ജാതി വ്യവസ്ഥയുടെ ഏറ്റവും തീവ്രമായ അവസ്ഥയായിട്ടുള്ള തൊട്ടുകൂടായ്മയും തീണ്ടലുമെല്ലാം കേരളത്തിന് നിന്നിരുന്ന സമയത്ത് അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഈ പന്തി ഭോജനം, ഒരുമിച്ചിരുന്നുള്ള ഭക്ഷണം, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുടെ വീടുകളിൽ, ദളിതരുടെ വീടുകളിൽ പോയി ഭക്ഷണം കഴിക്കുക, അവരെ ഒപ്പം കൂട്ടുക, അവരോടൊപ്പം നടക്കുക തുടങ്ങിയിട്ടുള്ളതെല്ലാം ഈ കേരളത്തിൽ നടന്നിട്ട് മിനിമം ഒരു 75 വർഷങ്ങൾക്ക് മുമ്പാണ്. ഒരു 100, 125, 150 വർഷങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ ഇതൊരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നത്. അപ്പൊ സുരേന്ദ്രൻ ഇപ്പൊ ഈ 2024 ഇത് വെച്ചുപെടുത്തും എന്ന് പറഞ്ഞാൽ ഒരു 100 വർഷത്തിന് മുമ്പുള്ള സാമൂഹ്യ അവസ്ഥയിലും മാനസികാവസ്ഥയിലുമാണ്. അത് മനഃപൂർവ്വം ഒരു ഒരു വീഴ്ച വന്നതാണ് സുരേന്ദ്രൻ എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം RSSന്റെയും BJPയുടെയും നയം അതാണ്. ആ നയത്തിന്റെ പ്രതിഫലനമാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കേരളത്തെ പോലൊരു സംസ്ഥാനത്ത്, ഇന്ത്യയിലെ വല്ല കെ സുരേന്ദ്രന്റെ പാർട്ടി ഭരിക്കുന്ന UPയിലോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഘടകകക്ഷിയായിട്ട് ഭരണം നടത്തുന്ന ബീഹാറിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സ്ഥലത്ത് റിമോട്ട് ഏരിയയിലാണ് ഇങ്ങനെ ഒന്ന് നടക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവാം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത്, ആളുകളുടെ ജാതി നോക്കിയിട്ട് ഭക്ഷണത്തിന് കൂട്ടുകയും കൂട്ടാതിരിക്കുകയും ചെയ്യുന്നൊക്കെ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ട് എത്രയോ ദശാബ്ദങ്ങളായി. കേരളം ഫൈറ്റ് ഔട്ട് ചെയ്ത, കേരളം പരാജയപ്പെടുത്തിയ, കേരളം വർഷങ്ങൾക്ക് മുമ്പ് സലാം പറഞ്ഞു വിട്ട ഇത്തരത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട നികൃഷ്ടമായിട്ടുള്ള എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുള്ള സാമൂഹ്യ അവസ്ഥകളെ തിരികെ കൊണ്ടുവരാനും അതിന്റെ ഓർമ്മ നമ്മുടെ സമൂഹത്തിൽ സജീവമായി നിലനിർത്തുന്നതിനും വേണ്ടിയിട്ടാണ് കെ സുരേന്ദ്രൻ അവരുടെ യാത്രയുടെ ഭാഗമായിട്ട് ഇങ്ങനൊരു പരിപാടി പ്ലാൻ ചെയ്യുകയും അദ്ദേഹത്തിന് ഒരു സ്വല്പമെങ്കിലും ഒരു അഭിമാന ബോധം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇങ്ങനെ ഇത് പരസ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളോടൊപ്പം, ദളിതരോടൊപ്പം, അതിന്റെ നേതാക്കന്മാരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള എന്തൊരു മഹത്തായ സംഭവമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങനൊരു പരിപാടി ഒരിക്കലും ആസൂത്രണം ഇത് പരസ്യപ്പെടുത്തുമായിരുന്നില്ല. ഇത് കേരളത്തിൽ എത്രയോ ദശാബ്ദങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പട്ടികജാതിക്കാരും അല്ലാത്തവരും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരുമിച്ച് യാത്ര ചെയ്യുകയും ഒരുമിച്ച് ഒരേ സീറ്റിൽ ഇരുന്ന് പൊതുവാഹനങ്ങളിൽ യാത്രയൊക്കെ ചെയ്യുന്നത് കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ എന്നേ വന്നു കഴിഞ്ഞ കാര്യമാണ്. ഇപ്പൊ എന്താണ് പ്രസക്തി? ഈ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട നേതാക്കന്മാരുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തീരുമാനിക്കുകയും അത് പബ്ലിഷ് ചെയ്യുകയും അത് വലിയ പ്രചാരണമായി അതിന് വലിയ പ്രചാരണം കൊടുക്കുകയും ചെയ്യുന്നത് വഴി എന്താണ് കെ സുരേന്ദ്രൻ ഉദ്ദേശിക്കുന്നതെന്ന് അദ്ദേഹം പറയണം. നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കേരളത്തിന്റെ അധ്യക്ഷനാണല്ലോ അദ്ദേഹം. സ്വാഭാവികമായിട്ടും അദ്ദേഹം ഒരു തീരുമാനമെടുത്ത് നടപ്പാക്കുമ്പോൾ അതിന് വലിയ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യേകത കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു നയമായിട്ടാണ് നമ്മളിത് കാണുന്നത്. അങ്ങനെ എല്ലാം പരിശോധിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ദ്രൗപദി മുർമുവിനെ ഇന്ത്യ യൂണിയന്റെ പ്രസിഡന്റാക്കി പിടിച്ചു വെച്ചിട്ട് അവസാനം പാർലമെന്റ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും അവരെ സഹകരിപ്പിക്കാതിരുന്ന ആ BJPയുടെ നയം, ആ നയം ഏറ്റവും കൃത്യമായി കേരളത്തിൽ വളരെ ഭംഗിയായി നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിലൂടെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. പാർലമെന്ററി ജനാധിപത്യം ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പ്രതികരിച്ചതിന്